ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ജോജു ജോർജ്, ഐശ്വര്യ രാജേഷ് എന്നിവരൊക്കെ പ്രധാന വേഷങ്ങളിലെത്തിയ പുലിമട എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. അപ്പോൾ കണ്ടിറങ്ങിയ പ്രേക്ഷകരോട് നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ആവറേജ് വൺ ടൈം കണ്ടുകൊണ്ടിരിക്കും. ജോജു ജോർജിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്? ജോജു അടിപൊളിയാണ്. ബാക്കിയുള്ള മെയിൻ ആർട്ടിസ്റ്റ് കുറേ പേരുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് നമ്മൾ ഐശ്വര്യ രാജേഷിൻ്റെ ചെറിയ റോളെ പക്ഷേ ഗംഭീരമായിട്ട് ചെയ്തു. പടം നൈസാണ്, എൻഗേജിങ് ആണ്. പടം ലാഗൊന്നുമില്ല. ഫസ്റ്റ് സെക്കൻഡ് ഹാഫ് കൊള്ളാം. ഇൻട്രോവൽ പഞ്ച് സൂപ്പറാണ്. ക്ലൈമാക്സ് നല്ലപോലെ എടുത്തു. ജോർജിൻ്റെ അഭിനയമൊക്കെ എങ്ങനെയാണ്? ത്രില്ലർ ടൈപ്പ് തന്നെയാണോ? പടം കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ജോജു കൊള്ളാം. മൊത്തത്തിൽ ജോജിൻ്റെ പെർഫോമൻസ് പിന്നെ വളരെ ചെറിയ പടമാണ്. 1 മണിക്കൂർ 50 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന സംഭവമൊന്നും അല്ല. സിനിമയുടെ മൊത്തം കണ്ടു കഴിയുമ്പോൾ കുഴപ്പമില്ല. എന്താ പറയുക, ഒരു ഡാർക്ക് തീമിലൊക്കെ പോകുന്നുണ്ട്. കള്ളും കഞ്ചാവും കുറച്ച് ടോക്സൊക്കെ വരുന്നുണ്ട് പടത്തിൽ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. സിനിമയുടെ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ വേറൊരു സംഭവമാണ് അവർ പറയാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. പടത്തിൻ്റെ പേര് തന്നെ പുലിമട എന്നൊക്കെ പറയുമ്പോഴേ ആൾക്കാർക്ക് വേറെ ചിന്തയായിരിക്കും. അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ ഒരു പുലിയുടെ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ വേറെ കുറേ കാര്യങ്ങൾ പറയാനാണ് സാഹചര്യം ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുടെ മികവൊന്നും സ്ക്രിപ്റ്റും അത്യാവശ്യം മേക്കിങ്ങും ഒക്കെ കൊള്ളാം. നല്ല വേണുവിൻ്റെ ക്യാമറയും പിന്നെ BGM എല്ലാം നല്ല രീതിയിലാണ്. ജോജുവാണ് പടത്തിൽ മൊത്തം കൊണ്ടുവരിക്കുന്നത്. ആ ഒരു പെർഫോമൻസ് ഒക്കെ കൊള്ളാം. ജോജു കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു AK7 തിരിച്ചറിവെന്ന് പറയാം. എടുത്തു പറയുന്നത് ജോജുവിൻ്റെ പെർഫോമൻസാണ്. കിഡിലാണ്, നല്ല കിഡ് പെർഫോമൻസ് ആയിരുന്നു. നല്ല ഉജ്ജ്വലം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഐശ്വര്യ രാജേഷ് ആണെങ്കിലും അത്യാവശ്യം കുറച്ച് നേരം ഉണ്ടായിരുന്നെങ്കിലും അതും നല്ലൊരു കിടുക്ക് ഫീലായിരുന്നു തന്നത്. അത്യാവശ്യം ഒരു ചെറിയൊരു സബ്ജക്റ്റിൽ നിന്ന് തുടങ്ങി കുറച്ച് വലുതിലോട്ട് കടക്കുന്ന ഒരു രീതിക്കാണ് സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി എഡിറ്റിംഗ് ആണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളാണെങ്കിലും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു നല്ലൊരു പടം കണ്ട് ഇറങ്ങിയ ഒരു ഫീൽ എനിക്ക് തരുന്നുണ്ട്. ഒരു പടം എല്ലാവരും കാണേണ്ട ഒരു പടം തന്നെയാണ്. ഫസ്റ്റ് ഹാഫിനേക്കാളും കുറച്ചും കൂടെ സെക്കൻഡ് ഹാഫാണ് എനിക്കൊക്കെ കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ട് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് ജസ്റ്റ് ഒരാളൊക്കെ അയാളൊരു ക്രൈസിസ് വന്നപ്പോൾ അയാൾ കുറച്ച് വന്ന് ഇത്തിരി ബിഹേവിയറിൽ കുറച്ച് ചേഞ്ചസ് വന്നു. പിന്നെ കുറച്ച് ആർട്ടിസ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നുള്ളൂ. സെക്കൻഡ് ഹാഫാണ് എനിക്ക് കുറച്ചും കൂടെ ഇതായിട്ട് തോന്നുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല കോമഡിയൊക്കെ ഉണ്ട്. പക്ഷേ സ്നാപ്പിംഗ് സർക്കാസം ആണെങ്കിൽ പോലും നന്നായിട്ട് അത് വർക്കൗട്ട് എനിക്കൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിപ്പോൾ മോളി ചേച്ചി ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ ക്യാരക്ടേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ജാഫർ ഇടുക്കി, പോകുമ്പോൾ എനിക്ക് വർക്കൗട്ട് ആയി പോകും. ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. ഒരുപാടൊന്നല്ല. ആ സിനിമയിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ ക്യാരക്ടർ ചില സിനിമകൾക്ക് ഭയങ്കര സ്ലോ ആയിട്ട് പോകും ചില സീനുകളാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം എവിടെ ഈ കോമഡി പറയുമ്പോൾ പെട്ടെന്ന് വർക്കൗട്ട് ആവുന്നത്. സ്ലാപ്സ്റ്റിക് സർക്കാസം ആണെങ്കിൽ പോലും അത് വർക്കൗട്ട് ആവുന്നത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾ ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒന്നും പറയാം. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലല്ല ഇതിൻ്റെ ക്ലൈമാക്സിൽ ഈ പല കാര്യങ്ങളും ഡീറ്റെയിൽ ചെയ്ത സെക്കൻഡ് ഹാഫിലാണ്. മറ്റു ജോജു ഞാൻ പറയാം, പുള്ളിയാണ് ഇതിനെ നല്ല രീതിയിൽ പിടിച്ചിട്ട്. സെക്കൻഡ് ഹാഫിലൊക്കെയാണ്, ഫസ്റ്റ് ഹാഫിലുണ്ട് ബ്രോ. പക്ഷെ എന്നാലും ഞാൻ പറയും പേഴ്സണലി ഫിലിം സെക്കൻഡ് ഹാഫും കൂടെ കണ്ടിട്ട് നിങ്ങൾ ഫിലിം ജഡ്ജ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അങ്ങനെയാണല്ലോ, ചുമ്മാ റിവ്യൂ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. സെക്കൻഡ് ഹാഫ് കൂടെ ആയി കാണുന്നത്. അപ്പോൾ അതിനകത്താണ് ഈ സിനിമയുടെ ശരിക്കും ആ പേരിൻ്റെ ടൈറ്റിൽ എന്തുകൊണ്ട് ഈ ഫിലിം ഡിസേർവ് ചെയ്യാവുന്നതെന്ന് തോന്നുന്നു സെക്കൻഡ് ഹാഫ്.